വെൽക്കം ബാക്ക് ടു JM അക്കാഡമി IELTS സീരീസിന്റെ IELTS റീഡിംഗിൽ നിന്നെടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതാണെന്നും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. IELTS ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് അറിയാത്തവർക്ക് വേണ്ടിയും ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നും ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഫ്ലക്ട് ദ സിറ്റുവേഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ റൈറ്റർ ഇൻ റീഡിംഗ് പാസേജ് 2 എന്നാണ്. അതായത് റീഡിംഗ് പാസേജ് 2-ൽ റൈറ്റർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനോട് താഴെ പറയുന്ന ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റും പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെയും ഐഡിയ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് ആൻസർ ചെയ്യാം. ഇനി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പാരഗ്രാഫിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം ഇതേപോലെ അല്ല അവിടെ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോ എന്ന് ആൻസർ ചെയ്യാം. ഇനി ഈ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം പാരഗ്രാഫിൽ എവിടെയും പറഞ്ഞിട്ടേ ഇല്ല, നമുക്കത് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു നോ വാട്ട് ദ സിറ്റുവേഷൻ ഈസ് ഫ്രം ദ പാസേജ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഗിവൺ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇൻ 1903 വുമൻ ഇൻ ഓസ്ട്രേലിയ വെർ സ്റ്റിൽ നോട്ട് അലൗഡ് ടു വോട്ട്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വാക്കിനെ നമുക്ക് കീവേഡായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള 2 പേജ് വരെ കൊടുക്കാവുന്ന പാരഗ്രാഫുകളാണ് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള വലിയ 2 പേജിലൊക്കെ വരുന്ന പാസേജ് ആണ് കൊടുക്കുക. അതിനെ ഇങ്ങനെ ഡിഫറെൻറ്റ് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളുടെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്ന കീവേഡുകൾ വേണം നമ്മൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട്. ഇവിടെ 1903 എന്ന് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും അല്ലേ? അപ്പം 1903 എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, വുമൻ, ഇതൊക്കെ നമ്മുടെ കീവേഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കീവേഡ് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അല്ലെങ്കിൽ കീവേഡ് നമ്മളൊന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യനും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പാസേജിലോട്ട് പോകാനായിട്ട്. സോ ആദ്യം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഒന്ന് മലയാളത്തിലോട്ട് പറഞ്ഞു നോക്കുക. 1903-ൽ, അതായത് 1903-ൽ വുമൻ ഇൻ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിലെ വുമൻസ് വെർ സ്റ്റിൽ നോട്ട് അലൗഡ് ടു വോട്ട്, അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് അലൗഡ് അല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1903-ൽ ഓസ്ട്രേലിയയിലെ വുമൻസ് വോട്ട് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു എന്ന് പാരഗ്രാഫിൽ പറഞ്ഞാൽ മാത്രമേ നമുക്ക് യെസ് എന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ 1903 വുമൻ, ഓസ്ട്രേലിയ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പാസേജിലോട്ട് പോവാം. പാസേജിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫേസ്റ്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ 1903 എന്നൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല അല്ലേ? ഇവിടെ ഒന്നും നമുക്ക് 1903 അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു 3-ാമത്തെ പാരഗ്രാഫ് വരുമ്പോൾ നമുക്കിവിടെ 1903 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 1903 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോട്ടിങ്ങിനെ പറ്റിയാണ് പറയുന്നത്, വുമൻ്റെ വോട്ടിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഓസ്ട്രേലിയ കൊടുത്തിട്ടുണ്ട്, വുമൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഒരു പാരഗ്രാഫിലാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് ശരിക്കും വായിച്ചു നോക്കുക. 1903-ൽ വുമൻസ് വോട്ട് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നോ എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. നോക്കിയേ, ഫോംഡ് ഇൻ 1903 ബൈ ദ പൊളിറ്റിക്കൽ ക്യാമ്പയിനർ മിസ്സസ് എമിലിൻ പാങ്ക്ഹേഴ്സ്റ്റ് and her daughters Christabel and Sylvia, the WSPU began an educated campaign to put women's suffrage on the political agenda. New Zealand, Australia and parts of the United States had already enfranchised women എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എൻഫ്രാഞ്ചൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റിലെ മറ്റു പാർട്ടുകളിൽ ഓൾറെഡി വുമൻസിന് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ്. അപ്പം നമ്മളുടെ ഈ സ്റ്റേറ്റ്മെന്റിനോട് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാഡിക്റ്റ് ചെയ്യുമ്പോൾ എന്താ ആൻസറായിട്ട് എഴുതേണ്ടത്? നോ എന്ന് വേണം ആൻസറായിട്ട് എഴുതാനായിട്ട്. കോൺട്രാഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. പാരഗ്രാഫിൽ പറയുന്നത് ഓസ്ട്രേലിയയിലെ വുമൻസിന് ഓൾറെഡി അവർക്ക് വോട്ട് ചെയ്യാൻ അലൗഡ് ആയിരുന്നു എന്നാണ് കേട്ടോ. എൻഫ്രാഞ്ചൈസ്ഡ് എന്നുള്ളൊരു വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എൻഫ്രാഞ്ചൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ നോ എന്നാണ് ആൻസർ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, the main organs of communication for the WSPU were its 2 newspapers എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഒരു കീവേഡാണ്,
ടു ന്യൂസ് പേപ്പേഴ്സ് ഒരു കീവേഡാണ്, WSPU എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 2 ന്യൂസ് പേപ്പറുകളായിരുന്നു WSPUവിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഓർഗൻസ്. മെയിൻ ആയിട്ടുള്ള കാര്യം, മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ യൂസ് ചെയ്തത് 2 ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് എഗെയിൻ എന്ത് കണ്ടുപിടിക്കണം, ന്യൂസ് പേപ്പേഴ്സ് എവിടെയാണ് പറയുന്നതെന്നൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ന്യൂസ് പേപ്പേഴ്സ് എന്നതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, WSPU എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ന്യൂസ് പേപ്പേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ WSPU ഫസ്റ്റ് വോട്ട്സ് ഫോർ വുമൻ ആൻഡ് ലേറ്റർ ദ സഫ്രഗേറ്റ്. അത് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പേരാണ്. പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ്, മെയിൻ റോൾ അല്ലേ. അപ്പം മെയിൻ ഓർഗൻ ആയിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഓർഗൻസ് 2 ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു, അത് തന്നെയാണ് അവിടെ പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, യെസ് എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ വർക്ക് ഓഫ് ദ WSPU വാസ് മെയിൻലി കൺഫൈൻഡ് ടു ലണ്ടൻ ആൻഡ് ദ സൗത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ പാരഗ്രാഫിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. WSPUവിൻ്റെ, അതായത് WSPU ആണ് പ്രൊഡ്യൂസ് ചെയ്തത് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ, അവരുടെ വർക്ക് ബോത്ത് വെയർ സോൾഡ് ത്രൂ ഔട്ട് ദ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ കൺട്രി അവർ സോൾഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലണ്ടൻ ആൻഡ് അതുപോലെ തന്നെ സൗത്ത് എന്ന് എടുത്ത് പറയാത്തത് കൊണ്ട് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരില്ല, നോ ആണ് അവിടെ ആൻസർ വരിക. ഓക്കെ, ഇനി 23rd വൺ, the WSPU's newspapers were mainly devoted to society news and gossip. അപ്പോൾ സൊസൈറ്റി ന്യൂസിന് വേണ്ടിയും ഗോസിപ്പിന് വേണ്ടിയും ആയിരുന്നു, അതല്ലെങ്കിൽ അതിന് വേണ്ടിയായിരുന്നു മെയിൻ ആയിട്ട് ഈ ന്യൂസ് പേപ്പേഴ്സ് എന്നാണ്. അങ്ങനെയാണ് അവിടെ പറയുന്നത്. നോക്കിയേ, അവിടെ പറയുന്നത് ആൻഡ് പ്രൂവ്ഡ് an invaluable way of informing members of meetings, marches, fundraising events and the latest news and views on the movement. അപ്പം ന്യൂസ് പേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അത് കമ്മ്യൂണിക്കേഷൻ്റെ വൈറ്റൽ റോൾ ആണെന്ന് പറയുന്നുണ്ട്, അത് എവിടെയൊക്കെ സോൾവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പർപ്പസ് എന്തായിരുന്നു, മീറ്റിംഗ്സിനെ പറ്റി ഇൻഫോം ചെയ്യാൻ, ഫണ്ട് റേസിംഗ് ഇവൻറ്റ്സിന് വേണ്ടി, ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് വ്യൂസ് ഓൺ ദ മൂവ്മെൻറ്റ്, ഇതിനെപ്പറ്റിയൊക്കെ ഇൻഫോം ചെയ്യാനായിട്ട്, മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യാനായിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഗോസിപ്സ് ആൻഡ് സൊസൈറ്റി ന്യൂസിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഡിവോട്ട് ചെയ്തതെന്ന് അവിടെ പറയുന്നില്ല അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും നോ ആയിട്ടാണ് ആൻസർ വരിക. അതിനെപ്പറ്റി പറയുന്നുണ്ട്, അതായത് ന്യൂസ് പേപ്പേഴ്സ് എന്തായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ കാര്യമല്ല പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നോട്ട് ഗിവൺ എന്ന് ആൻസർ ചെയ്യാമായിരുന്നു. പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ഗിവൺ എന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. പറയുന്നുണ്ട്, പക്ഷേ അതേ കാര്യം തന്നെ അല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നോ എന്ന് ആൻസർ ചെയ്ത് അവിടെ. അപ്പോൾ യെസ്, നോട്ട് ഗിവൺ, നോ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.